ഹലോ മൈ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെന്താ ഇന്ന് ഞാനൊരു 3 ദിവസത്തേക്ക് അവധി എടുത്തിട്ട് ഇവരുടെ കൂടെ ഫുൾ കറക്കം, ഫുഡിങ്, പിന്നെ ചെറിയ ചെറിയ കറക്കം ഇതൊക്കെ ആയിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിലിരിക്കുകയാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ 12:30 എന്നാലും ഞങ്ങളിപ്പോൾ ഇറങ്ങും. ഭയങ്കര ചൂടാണ് പുറത്ത്. അപ്പോൾ ഫസ്റ്റ് ഫുഡടി, പിന്നെ സിനിമ, പിന്നെ കുറച്ച് ലിട്ടലെടുക്ക് പണികൾ. സോ ഗൈസ്, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ അമ്മയാണെങ്കിൽ വണ്ടി വന്നിട്ട് വെയിലത്തായിരുന്നു ഇട്ടിരുന്നത് രാവിലെ മുതൽ. അപ്പം വണ്ടി ഫുള്ള് ചൂടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ പുറത്തും ചൂട്. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആകാണ്ടല്ലേ നമ്മൾ ഈ ഒരു ടൈമിൽ പുറത്തിറങ്ങുന്നത്. ഭയങ്കര ചൂട്. ഞാനാണെങ്കിൽ കണ്ണാടി ഇട്ടേക്കുന്നത്, ഞാൻ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്നത് കൊണ്ട് ഭയങ്കരമായിട്ട് ചൂട് എനിക്ക് മൊത്തത്തിൽ ഇങ്ങനെ പൊള്ളുന്ന കണക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ചെറുതായിട്ട് ഷോ കാണിക്കുന്നു, ഗ്ലാസസ് ഒക്കെ വെച്ച്. ഷോ എന്നല്ല, ഭയങ്കര ചൂട് ഇവിടെ. ഈ മെറ്റലിനകത്തുള്ള ഈ സാധനത്തിലൊക്കെ തൊടുമ്പോ കൈ ഷോക്ക് അടിക്കുന്ന പോലെ പെട്ടെന്ന് അങ്ങ് അടിച്ചും കേറും കയ്യിലോട്ട്. എന്റെ കൈ ഇവിടോട്ട് ഈ സാധനം, എന്റെ പൊന്നോ, ഭയങ്കര ചൂടാണ്. അതെ, അമ്മയാണെങ്കിൽ ദച്ചുവിൻ്റെ വിസ അന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പോയേക്കും. അപ്പോൾ ഞങ്ങളിവിടെ ഇരിക്കുക. അമ്മ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ പോയിട്ട് ഇപ്പം 5 മിനിറ്റിനുള്ളിൽ വരാം എന്ന് പറഞ്ഞു. വിസ റിന്യൂ ചെയ്യാൻ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒരാൾക്ക് ഭയങ്കര വിഷമം. നമുക്ക് ആ വിഷമത്തിൻ്റെ കാരണം അറിയാം. എന്താണ് വിഷമത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ദച്ചുവിൻ്റെ വിസ ഇന്നലെ തീർന്നായിരുന്നു. പക്ഷേ ഞാൻ അറിഞ്ഞില്ല. നോർമലി നമുക്ക് മെട്രാഷിനകത്ത് കൊടുത്ത് ആപ്ലിക്കേഷനകത്ത് കൊടുക്കുന്ന ഫോൺ നമ്പറിനകത്ത് മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് മെസ്സേജ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ നോക്കി ഇവളുടെ വിസ ഇനി എന്നാ ഇത് തീരുന്നതാണ് നോക്കിയപ്പോൾ ഇന്നലെ തീർന്നു. അപ്പോൾ ഇത് ഞാൻ റിന്യൂ ചെയ്യാൻ വന്നപ്പോഴത്തേനുണ്ട് ഒരൊറ്റ ദിവസത്തേക്ക് 200 റിയാൽ എക്സ്ട്രാ ഓവർ ഫൈനായി. അപ്പം വെറുതെ ഒരു 200 റിയാലും പിന്നെ റിന്യൂവും കൂടെ ചെയ്തപ്പോഴത്തേന് നല്ല 400 റിയാൽ വെറുതെ അങ്ങ് പുഷ്പം പോലെ അങ്ങ് പോയി കിട്ടി. ഈ തോന്നൽ ഇന്നലെ ഒന്ന് തോന്നിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ നോക്കിപ്പോയേനെ. എന്ത് ചെയ്യാനാ, വെറുതെ പൈസ പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ട് പോവുകയാണെങ്കിൽ പിന്നെ വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല. വെറുതെ പോകുമ്പോഴാണ് വിഷമം. നമ്മൾ മെഡിക്കൽ എടുക്കാൻ പോവുക. എനിക്ക് ഇവൾക്കും ഉണ്ട് മെഡിക്കൽ. അപ്പം മെഡിക്കൽ എടുക്കാൻ പോകുന്നു. ആക്ച്വലി വന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യേണ്ടതായിരുന്നു, മറന്നുപോയി. അപ്പം മെസ്സേജ് വന്നില്ല. അന്നേരം അമ്മയ്ക്കിപ്പോൾ ഒരു പേടി, ഇനി മെഡിക്കലിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആവുമോ എന്ന്. അന്നേരം ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മെഡിക്കൽ എടുക്കാൻ പോകാനിരുന്നതായിരുന്നു. അതങ്ങനെ രാവിലെ ആക്കി അല്ലേമ്മ? ഉച്ചയ്ക്ക് അതാ, ഇതെല്ലാം ഈ മെസ്സേജസ് എല്ലാം ഇന്നാണ് കണ്ടത്. ഇവിടെ എന്തുവാ, ഞങ്ങൾ ചെയ്യാനുള്ള ജോലിയൊക്കെ കുറച്ച് ചെയ്ത് തീർത്ത് അപ്പത്തിന് വേല കൊണ്ട് 2 ആൾ ക്ഷീണിച്ച്. അപ്പോൾ കഴിക്കാനായിട്ട് ഞങ്ങൾ കയറി. പെപ്സിയോ ആദ്യം തന്നെ മേടിച്ചൊടിച്ച് കാരണത്തിന് ദാഹിക്കുകയും ചെയ്തു. 2-3 ദിവസം കൊണ്ട് അവന്തി ചേച്ചിയുടെ ഫേവറേറ്റ്സിനോടാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവന്തി ചേച്ചി പോവാറായി. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. മന്തിക്കുട്ടി വിത്ത് അവന്തിക്കുട്ടി. നല്ല ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂട്. പിള്ളേർ 2 പേരും വണ്ടിക്കകത്തിരുന്ന് AC അടിച്ചിട്ടും ചൂടെടുക്കുമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുറേ കാര്യങ്ങളൊക്കെ വിചാരിച്ചാണ് ഇറങ്ങിയത്. പക്ഷേ കാര്യങ്ങളൊക്കെ എന്തായാലും എല്ലാം നടന്ന്. എൻ്റെ ഫോൺ നമ്പർ പക്ഷേ കട്ടായിപ്പോയായിരുന്നു. 3 മാസം കൊണ്ട് റീചാർജ് ചെയ്യാത്തത് കൊണ്ട് അത് കട്ടായിപ്പോയി. അത് പക്ഷേ ആരോ എടുത്ത നമ്പർ. ഇനി എനിക്ക് ആ നമ്പർ കിട്ടത്തില്ല. പിന്നെ ബാങ്കിലെല്ലാം വിളിച്ച് അവിടെ എല്ലാം പുതിയ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്തു. കാര്യങ്ങളൊക്കെ എല്ലാം എന്തായാലും വെയിലൊക്കെ കൊണ്ട് ചൂടടിച്ചെങ്കിലും എല്ലാം നടന്നു. ഇനി സിനിമ കാണാൻ പോകണം, പിന്നെ മെഡിക്കൽ എടുക്കാൻ പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടന്നു. ഇനി ഫുഡടിക്കാം.
നമ്മുടെ സലാഡ്, ഗ്രീൻ സലാഡ് വന്നിട്ടുണ്ട്. അപ്പം അവളുമാരെന്തോ കൂടമായി നോക്കിക്കൊണ്ടിരിക്കുക. തൊട്ട് പിറകിലൊരു കൊച്ചുണ്ട്, കൊച്ചിനെ നോക്കി ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുകയാണ്. അവളുമാരെ ഇങ്ങനെ ടാറ്റ കൊടുക്കുന്നു, തിരിച്ചു കൂടുമാരും ടാറ്റ കൊടുക്കുന്നു. നല്ല ഗ്രീൻ സലാഡും കൊണ്ട് വെച്ചേക്കുന്നു. ഈ ഒരു ടീ ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടീ. ഇവിടെ ഇഷ്ടംപോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് സെൽഫ് സർവീസാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ഇവിടെ അങ്ങ് ഭയങ്കര വർത്താനാണ്. അങ്ങനെ തിന്നുകൊണ്ടിരുന്നാലും കിടന്നുറങ്ങിയാലും ഒക്കെ അടി, ചെറിയ ഇത്തര വരണ്ട എണ്ണത്തിനും. ഫോൺ കൊണ്ടത് കാണിച്ച്, പക്ഷെ കുഴപ്പമൊന്നുമില്ല. എൻ്റെ പ്രൊട്ടക്ടറിലാണ് പൊട്ടൽ പറ്റിയിരിക്കുന്നത്. ലെൻസിനകത്തൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ട് ഞാൻ വിചാരിച്ച് അതിനകത്തും ലെൻസിനകത്തും പൊട്ടൽ പറ്റിയെന്ന് ഇൻഷുറൻസ് അത് കവർ ചെയ്യത്തില്ല എന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ലെൻസിനകത്തൊന്നും പറ്റിയിട്ടില്ല, എല്ലാം ഓക്കെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, പിള്ളേരും ഇറങ്ങി. നല്ല ടയേർഡായി രണ്ടുപേരും, ഭയങ്കര വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഇനിയിപ്പം ഭയങ്കര ചൂടും. ഇനിയിപ്പം ഒന്ന് വീട്ടിൽ കയറാനുണ്ട്. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊരു ഓഫീസിൻ്റെ ഒരു കാര്യം ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പം സിസ്റ്റത്തിൽ പോയി ഒന്ന് ചെയ്തു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങും. ഇവരെ കൊണ്ടുപോയി മെഡിക്കലിൽ എടുക്കണം. അത് കഴിഞ്ഞിട്ട് സിനിമയ്ക്ക് കയറണം, തുടരും. അങ്ങനെ അത് കാണാനായിട്ട് പോകണം. അപ്പം ഇന്നത്തെ ദിവസം ഇതാണ് ഞങ്ങളുടെ ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ അപ്പം ഇനിയും തുടരും. ഗൈസ്, നമ്മളിതാ വീട്ടിൽ പോയിട്ട് തിരിച്ച് മെഡിക്കൽ എടുക്കാനായിട്ട് വരിക. ഇഞ്ചക്ഷൻ ഉണ്ട്. അമ്മ 15 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ സാധനം. അമ്മ അല്ല, ഇഞ്ചക്ഷൻ ഉണ്ട്. ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യും. എനിക്ക് 15 വയസ്സ് കഴിഞ്ഞിട്ടാ. എന്താണെങ്കിലും മെഡിക്കലിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. എനിക്ക് 15 വയസ്സ് എടി നിനക്കുണ്ട്, എന്തിന് പോട്ട് നിനക്കുണ്ട്. ഒരു ഇഞ്ചക്ഷനും ഉണ്ട്. അപ്പം ഇഞ്ചക്ഷൻ ഉണ്ട്, എക്സ്റേ ഉണ്ട്. ഇഞ്ചക്ഷൻ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതായിരുന്നു. പിന്നെ ഒരു എക്സ്റേ ഉണ്ട്. വേറെന്താ ഉണ്ടായിരുന്നു അന്ന്? എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത്രേ ഉള്ളു. കഴിഞ്ഞ വന്നപ്പോ എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ടെന്ന് പറഞ്ഞ 15 വയസ്സ് മുതലൊന്നും അല്ല, ഇപ്പോഴും ഉണ്ട്. ഇഞ്ചക്ഷൻ വെക്കാൻ റെഡി ആയിട്ട് അവിടെ ഇരുന്നോ, മിണ്ടായിരിക്കൂടെ. എന്തിനാ പേടി? എനിക്ക് പേടിയോ അമ്മ, പറഞ്ഞ കേട്ടോ, എനിക്ക് പേടിയോ അമ്മ. ഇതാണ്ട് എത്തി. ഇനി മെഡിക്കലൊക്കെ അകത്ത് വീഡിയോഗ്രാഫി അലൗഡ് ആണോ അറിഞ്ഞൂടാ. വീഡിയോഗ്രാഫി അലൗഡ് അല്ല. അപ്പം എന്താ, കുത്തൊക്കെ കൊണ്ടിട്ട് വരാം. അതാ കുത്തുകൊണ്ടും ചോര വലിച്ചെടുത്തിട്ടും വരാം. ഇച്ചിരി നേരമേ ഉള്ളു. ജസ്റ്റ് കേറി ഉടുപ്പൊക്കെ മാറും. വേറെ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഇട്ട് തരും. അപ്പം ഇതിനകത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല. നമ്മുടെ മെഡിക്കൽ എല്ലാം കഴിഞ്ഞ് ദച്ചുന് ആക്ച്വലി മെഡിക്കൽ ഇല്ലായിരുന്നു, എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളു. ആകെ എക്സ്റേയും ബ്ലഡും എടുത്തു. പിന്നെ ദച്ചുനെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പ്രാങ്ക് ചെയ്തായിരുന്നു. എന്താ മെഡിക്കലുണ്ടെന്ന് പറഞ്ഞ അവള് പറഞ്ഞ ശരിയായിരുന്നു. 15 ഇയേഴ്സിന് മുകളിലുള്ളവർക്കാണ് മെഡിക്കൽ ഉള്ളത്. 15 വയസ്സിന് താഴെയുള്ളവർക്ക് മെഡിക്കൽ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ പ്രാവശ്യം കേട്ടതായിരുന്നു. അത് കഴിഞ്ഞ തവണ വന്നപ്പം കേട്ടത് കൊണ്ടാണ്. കഴിഞ്ഞ തവണ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കൊണ്ട് എന്ന് വിചാരിച്ചു കൊണ്ടുവന്നപ്പം അവര് അന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ 15 ഇയേഴ്സ് കഴിഞ്ഞുള്ളവർക്കേ മെഡിക്കൽ ഉള്ളൂ എന്നുള്ളത് അല്ലേ. ഇന്ന് രാവിലെ ആക്ച്വലി മറ്റേ വിസ പുതുക്കാൻ പോയപ്പം അവര് പറഞ്ഞായിരുന്നു അമ്മയടുത്ത് ഇങ്ങനെ മെഡിക്കൽ ഇല്ല എന്നുള്ളത്. അപ്പം ഉറപ്പായിരുന്നു. പിന്നെ എന്നാലും ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ദച്ചുവിനെ ഒന്ന് പറ്റിക്കാം, ദച്ചുവിന് ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കാം എന്ന് വിചാരിച്ചു. ഇല്ല, വീണ്ടും പറ്റിക്കും.
എക്സാമിന്റെ പിറ്റേന്ന് വെച്ചോണ്ട് ഇങ്ങോട്ടങ്ങ് തട്ടും. ഞാൻ എന്താ വേസ്റ്റ് വരാം. അതെ അതെ. എന്തിനായിരുന്നു? നമ്മളിനി സിനിമയ്ക്ക് പോവുകയാണ്. ഇവിടുന്ന് ടൈമിൽ ചേരുവാണെങ്കിൽ നമ്മൾ ഫിലിമിന് കയറും. 6:45 ഒരു ഷോയ്ക്ക് കയറും. ഞങ്ങൾ ആദ്യം 3:45 ഷോയ്ക്കായിരുന്നു പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞത് 4:45 ഏറ്റവും അവസാനം ഇപ്പതാ 6:45 ഷോ ആണ്. 6:15 എപ്പോഴങ്ങ് എത്തും? ചെറിയ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇനി എപ്പോഴെങ്കിലും എത്തും എന്ന് പറഞ്ഞൂടാ. എന്തായാലും സിനിമ കാണുമെന്നാണ് പ്രതീക്ഷ അല്ലേ? കാണാം. യെസ്, കാണിച്ചു തരാം. ചെറിയ ട്രാഫിക് ഉണ്ട്, കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിൽ ട്രാഫിക് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഈ ടൈം എല്ലാവരും ഇറങ്ങുന്നതിന്റെ ആയിരിക്കും അല്ലേ, ഓഫീസിൽ നിന്നൊക്കെ അല്ലേ? അതെ. ഈ റോഡ് ആക്ച്വലി അല്ലെങ്കിൽ ഇച്ചിരി തിരക്കുള്ള റോഡാണ്. ഇപ്പൊ നോക്കിയാലും ആക്സിഡന്റും പിന്നെ ട്രാഫിക്കും റോഡ് തന്നെ. അപ്പൊ എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അതിന്റെ പേയാണോ ചെയ്താലോ? ഓൾറെഡി ഞങ്ങളുടെ മൈക്കിന്റെ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് മൈക്കിന്റെ ചാർജ് തീർന്നു. അപ്പം എന്താ എനിക്ക് അറിഞ്ഞൂടാ പറയുന്നത് ക്ലിയർ ആയിരിക്കുമോ, കേൾക്കാൻ നല്ല രീതിയിൽ പറ്റുമോ എന്നുള്ളത്. സൗണ്ട് കൂട്ടിയിടാം ഐ ഗെസ് സോ. അത് അമ്മയുടെ കൈകളിലാണ്. അമ്മ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും എന്തോ. അതെ, ഓൾറെഡി നമ്മുടെ അടുത്ത് 2-3 പേര് പറഞ്ഞല്ലേ സൗണ്ട് ഇല്ല വീഡിയോക്കുന്നത്. മെയിൻ കാര്യം മൈക്കില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ മൈക്കേ ഉള്ളൂ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമ്പോ തന്നെ ഒരു ചെറിയ ബ്രേക്കേജ് വരും വീഡിയോയിൽ, വോയിസിൽ. ബാക്കിലോട്ടുണ്ടോ പിടിച്ചിരുന്നു? ഉച്ചയ്ക്ക് ഞങ്ങളൊരു വീഡിയോ അതിനകത്ത് കാണാം. അമ്മ എഡിറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ വീഡിയോയില് കാണാം. ഇങ്ങനെ വളച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇരുന്ന് വെച്ച് ഇപ്പുറത്ത് വന്നു. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് ബാക്കിയുണ്ട്. അമ്മയ്ക്ക് 2 ദിവസം കൂടെ ഉണ്ട്. നാളെ എവിടേക്കോ പോണം എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റന്നാളിലും അവധിയുണ്ട്. ഇനി എനിക്ക് വ്യാഴാഴ്ച ഓഫീസിൽ പോയാൽ മതി.